ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധനയിൽ തീർത്ഥാടകരായി പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേലും ഓൺലൈനായി ലോകം മുഴുവൻ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ കണ്ണീരിന്റെ കാലത്ത് അങ്ങയുടെ കരുണയുടെ കരങ്ങള് സ്പർശിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ആഴമായ അവബോധങ്ങൾ നൽകുവാനും അഭിഷേകം നൽകുവാനും സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണിപ്പോൾ നടക്കുക. ഈ ആരാധന എല്ലാവരും മസ്റ്റായിട്ട് ഉടമ്പടി എടുത്തവരെല്ലാവരും ഓൺലൈനിലാണ് പങ്കെടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ അപ്ഡേഷൻസ് ഉടമ്പടി എടുത്തവർക്ക് പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്നതാണ്, കർത്താവ്, ഞാൻ മനസ്സിൽ പ്രശ്നങ്ങൾ തലക്കടിച്ച് ഞാൻ കുരുങ്ങിപ്പോയ ഒരു സമയം ആരാധനയിലൂടെയാണ് ഈശോ എനിക്ക് വെളിപാട് നൽകിയെന്ന്. അതുകൊണ്ടാണ് ആരാധന വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കൂടണം. പിന്നെ ഉടമ്പടിയുടെ അപ്ഡേഷൻസ് കിട്ടണ എല്ലാം ആരാധനയിൽ നിന്നാണ്. ഇന്നലെ ബിബിലിന അങ്ങനൊരു തലശ്ശേരിക്കാരുടെ സാക്ഷ്യം ബിബിലിനയുടെ സാക്ഷ്യം എന്താണ്? അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാമ്പെന്ന് പറയുന്നത്, ഹി ഹാസ് ഗിവൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്. അവർ ബോസ്റ്റണിൽ നിന്നാണ്, തലശ്ശേരിക്കാരത്തിയാണ്. അവർക്ക് ഏറ്റവും കൂടി സ്പർശിച്ചത് ഹി ഹാസ് ഗിവൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്. അത് സങ്കീർത്തനമാണ്. നമ്മുടെ ഉടമ്പടി തൈലത്തോടനുബന്ധിച്ചുകൊണ്ട് പറയുന്ന വേദഭാഗമാണത്. സങ്കീർത്തനം 92:10. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി
അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. Praise the Lord. Praise the Lord. എന്തെന്നാൽ എരു പറഞ്ഞേ, എന്തെന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്നിൽ പുതിയ തൈലം അഭിഷേകം ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രീതി എല്ലാ ദിവസവും പുതിയ എനർജി കിട്ടാം. പുതിയ എനർജി നമ്മളോർക്കും എല്ലാ ദിവസവും ഓരോ പുതിയ പ്രശ്നമാണെന്നാണ് നമ്മൾ പറയണത്. അല്ല, എല്ലാവരും പറഞ്ഞു ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നമാണ്. അങ്ങനെയല്ല, ഓരോ ദിവസവും ഓരോ പുതിയ ശക്തിയാണ്. കാര്യം നിനക്ക് ശക്തി തരണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ വെസൽ. നമുക്കിപ്പോഴും എന്ത് വാങ്ങിക്കണമെങ്കിലും ഒരു പാത്രം വേണ്ടേ? പലപ്പോഴും നമ്മുടെ സഫറിങ്സ് ആൻഡ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണത് ഒരു ചാലിസായിട്ടാണ്. ഈശോയും സഹനങ്ങളെ ചാലിസ് എന്നാണ് വിളിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ചിടാം. ശ്രദ്ധിക്കട്ടെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 22:42. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:42. പിതാവേ, പ്രാർത്ഥിച്ചേ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇപ്പൊ ഈശോയെ ചാലിസ് എന്ന് വിളിക്കണം. ഒരു സഹനം, ഒരു ചാലിസാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാനപാത്രമാണ് നൽകണത്, അല്ലേ? ഇപ്പം നമ്മൾ സദ്യക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ല ആദ്യം ഇലയിടുക കൊണ്ടുവന്നത്, അല്ലേ? അതാണ് സംഭവം. അപ്പോഴും നമ്മൾക്ക് അതിനുശേഷമാണ് വിഭവങ്ങൾ വഴി. ഇപ്പോൾ കർത്താവിൻ്റെ ഉയർത്തുന്ന പിന്നെ മഹത്വത്തിൻ്റെ നാളുകൾ അനുസ്മരിച്ചുകൊണ്ട് സഭ ആഘോഷിച്ച് സന്തോഷിക്കുന്ന വലിയ കാലമാണിത്. പക്ഷെ ഇത് ആദ്യം വന്നത് എങ്ങനെയാണ്? പാനപാത്രമായിട്ട്. ആദ്യം വന്നത് എങ്ങനെ? പാനപാത്രമാണ്. മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി കൂടുന്തോറും പാനപാത്രം വഹിക്കാൻ പാടായിരിക്കും. അതാണ് നിനക്ക് ദൈവം നിക്കിപ്പിച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ റോമ 1:18 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, 8:18 താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന പറഞ്ഞ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം കഷ്ടതയും മഹത്വമായിട്ട് ഇൻ്റർകണക്ട് ആയിരിക്കണത്. നമുക്ക് മഹത്വമായിട്ട് ആദ്യം തരത്തില്ല. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ അതിന് അനപേക്ഷികമായിട്ടായിരിക്കും പാത്രം വരണത്. കഷ്ടത എപ്പോഴും പാത്രത്തിൻ്റെ സ്റ്റൈലാണ്. പാത്രം
നമുക്കൊരു പാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, ഒരു സഹനം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരു കഷ്ടപ്പാട് വന്നു, ഒരു രോഗം വന്നു എന്നല്ല പറയേണ്ടത്. നമുക്കൊരു പാത്രം കിട്ടി. കർത്താവിൻ്റെ പാത്രം ഇത് കട്ടിയായിരുന്നു, കുരിശുമരണമല്ലായിരുന്നു. അതുകൊണ്ട് മാനുഷികമായിട്ട് ഈശോ ഒത്തിരിയേറെ ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മുട്ടയിൽ നിന്ന് 3 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചതാണ്. പിന്നെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി. പക്ഷേ എന്നാ പറ്റി? എല്ലാ നാമങ്ങളെക്കാൾ പറഞ്ഞ് എല്ലാ നാമങ്ങളെയും ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ആകയാൽ ആ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും സ്വർഗങ്ങളിലുമുള്ള എല്ലാ മുട്ടുകളും എല്ലാ മുഴങ്കാലുകളും അടക്കേണ്ടിയിരിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ആധ്യാത്മികത വളരാൻ ഏറ്റവും നല്ലത് ദൈവസ്നേഹം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഈ ചാലിസൊക്കെ വരുമ്പോൾ വിവേചിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ശപിക്കുകയും അലറുകയും ലഘുവിനെ പോലെ കോക്രി കാണിക്കുകയൊക്കെ ചെയ്യും പ്രശ്നത്തിൻ്റെ മുമ്പിലേ. അതായത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം റോമ 8:18 അത് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക്, അതായത് ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്ന്. അപ്പോൾ മഹത്വം വലുതാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യവാസത്തിൽ കിട്ടുന്ന മഹത്വം അനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ദൈവത്തെ ആത്മാവ് വിവേചിച്ച് അറിയണതിന് ആനുപാതികമായിരിക്കും നമ്മുടെ ആനന്ദം. അതാണ് നിത്യാനന്ദം, നിൽക്കാത്ത ആനന്ദം. ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരുമല്ലോ, അല്ലേ? ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് നിത്യാനന്ദം, നിൽക്കാത്ത ആനന്ദം. ദൈവത്തെ നമ്മുടെ ആത്മാവ് അറിയുന്നതിനെ ആനുപാതികമാണ് നമ്മുടെ ആത്മസന്തോഷമെന്ന് പറയുന്നത്, നിത്യസന്തോഷം എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയുന്നത് ഈ മഹത്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ്. നമ്മുടെ ആത്മാവിൻ്റെ കൊഗ്നിറ്റിവിറ്റി, ജ്ഞാനക്ഷമത, ഒരു ജ്ഞാനക്ഷമത, ആത്മാവിൻ്റെ ജ്ഞാനക്ഷമതയ്ക്ക് സഹായിക്കുന്നത് പുണ്യമാണ്, കൃപയാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും കൃപയാർജിക്കണം എന്ന് പറയണത്. അല്ല, നിങ്ങളിങ്ങനെ IELTS പാസ്സായി കാനഡയിൽ പോയി 10 പൈസ ഉണ്ടാക്കി അവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് അവിടെ താമസിച്ച് അവിടെ അടക്കണ കൊണ്ട് കഥയൊന്നുമില്ല. അത് അല്ല, തമാശല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞെല്ലാം ശരിയാണെന്ന്. ഇതൊക്കെ ജീവിക്കാൻ വേണ്ടതാണ്. അതിനേക്കാൾ വലിയ പ്രാധാന്യമില്ല. നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല. ബട്ട് യു ആർ ഡൂയിങ് ദാറ്റ് നൗ. അത് നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല. ഇപ്പം എന്താ പറ്റി? ആവശ്യങ്ങൾ ജീവിതത്തെ വിഴുങ്ങി. ഇപ്പം എന്ത് വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ വള്ളം പൊങ്ങിപ്പോകതെ. വെള്ളം വേണം, പക്ഷേ വള്ളം അതിൻ്റെ പുറത്തുകൂടി പോകാൻ വേണ്ടിയാണ്. ഇപ്പം ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വിഴുങ്ങിയിട്ട് ജീവിതത്തിനേക്കാൾ വലിയ ആവശ്യങ്ങളായിട്ട് മാറുകയാണ്. അത് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ ധാരണകളെ, സമീപനങ്ങളെ നിന്റെ കൃപയുടെ മാനദണ്ഡപ്രകാരം പുനർക്രമീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടി ദൈവം നമുക്ക് നല്ല ഷാർപ്പ് ഷൂട്ടറാണ്. ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടം വരത്തില്ല. ഉടമ്പടി ഒരു തേങ്ങ പോലെ ഒന്നും നഷ്ടം വരത്തില്ലായിരുന്നു. എന്തെങ്കിലും ചകിരിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമാണ് ഉടമ്പടിയിൽ ഉടമ്പടി. നിങ്ങൾ ഇപ്പം കഴിഞ്ഞ പുസ്തകങ്ങളിൽ ബിബിലിന് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണ അവർ പറഞ്ഞത്, ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. എന്നുവെച്ചാൽ അങ്ങനെക്ക് കാട്ടുകഴുതയുടെ ശക്തി തന്നു. എന്താണ്? ഹി പോഡ് അപ്പോൺ മീ ദ പ്യുവർ സോയിൽ. അവൻ എൻ്റെ ശിരസ്സിൽ അവിടുത്തെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. മലയാളം ഭയങ്കര ഡിസാസ്റ്റർസാണ്, എന്തൊക്കെ എഴുതി വെച്ചേക്കാണെന്ന് അറിയാം. അത് ഇംഗ്ലീഷ് ഭയങ്കര പവർഫുള്ളാണ്. ചില ഹി ഹാസ് ഗിവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. കാട്ടുപോത്തിൻ്റെ ശക്തി നൽകി. അതിൻ്റെ ഒരു ഉപമേയമാക്കുകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൊമ്പെന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ശക്തിയുടെ തന്നെ വേറെ ഒരു തത്സമവാക്യങ്ങളാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത്, മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ അതായത് എന്താ ഈ ബൈബിളിനാ പറഞ്ഞിരിക്കുന്നത്? ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അത് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്കൊരു കുരിശിടത്തില്ലേ, അതാണ് ഈ പറയണത്. രാവിലെ നെറ്റിക്കൊരു കുരിശിട്ട് കഴിഞ്ഞാൽ ഷി വിൽ ബി എംപവേർഡ്. എല്ലാവരും കുരിശിട്ടതാണേ, കഥയില്ലേ. ചില ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞ് കോട്ടായോ ഇടും, കുരിച്ച് വിടും, രണ്ടും ഒപ്പം തുടങ്ങി. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ വിടാണ്. ഇത് മോഡ് ഓഫ് ആക്ടിവേറ്റിംഗ്. അത് നമ്മളതിൻ്റെ അകത്ത് ഉടമസ്ഥതയുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടി എല്ലാ വിഷയങ്ങളും മോഡ് ഓഫ് ആക്ടിവേറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉടമസ്ഥതയുണ്ടോ എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണ പോലെയാണോ, അതോ ആർ യു പ്രസൻറ്റ് ദേർ? നിങ്ങൾ അവിടെ സാന്നിധ്യം നൽകുന്നുണ്ടോ? ബൈബിളിനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിത്തൈലം മുക്കിയിട്ട് ഒരു കുരിശങ്ങട്ടിടും. ഇട്ട് കഴിയുമ്പോൾ എന്താണ്? അതൊരു ഓഫറിംഗ് ആണ്. അതിൻ്റെ അകത്ത് ഒരു വാഗ്ദാനമുണ്ട്. എന്താണ് വാഗ്ദാനം? സങ്കീർത്തനം 92:10 വാഗ്ദാനം. അത് 12 വരും. വായിച്ചേ. 92:10. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് ദ വേ ദ ടേക്കിംഗ്. ആ അപ്രോച്ച് കണ്ടില്ലേ? എന്താണ് വചനം എന്താ പറയണത്? ഒരു ഉടമ്പടി തൈലം നമ്മൾ എടുത്തിട്ട് നെറ്റിക്ക് പൂശിക്കഴിഞ്ഞാൽ, ഞാൻ എടുത്ത് പൂശിയെന്നല്ല പറയണ ബൈബിള്, അവിടുന്ന് എൻ്റെ മേൽ, അതാണ് പ്രശ്നം. വായിച്ചില്ലേ എന്ന് പറഞ്ഞേ? അവിടുന്ന് എൻ്റെ മേൽ പരിശുദ്ധമായ തൈലം പുതിയ തൈലം ഒഴിച്ചു. അവിടുന്ന് എനിക്ക് കാട്ടുപോത്തിന്റെ ശക്തി നൽകി. രാവിലെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി എന്താണെന്ന് ബൈബിളിനെ ഇത്രയും പറയാൻ കാരണം എന്തറിയാവാ? കുറേ ആൾക്കാരുണ്ട് ആ വീട്ടിൽ, ഇവരൊറ്റയ്ക്കേ ഉള്ളൂ. അവരുണ്ട്, അവിടെ 4 മക്കളുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ ഭർത്താവിൻ്റെ അവളുടെ ഇൻലോസ് ഉണ്ട്, അമ്മായിയപ്പനും അമ്മായിയമ്മയുണ്ട്. ആരും എല്ലാം 9 പേരുണ്ട്. നിങ്ങളിപ്പോൾ ആനക്കാര്യം അവിടെ കെട്ടിയെഴുന്ന് വിളിച്ചിട്ട് ഞാൻ നരകത്തിലാണ് വന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെയ്തും പെരക്കൊക്കെ ഇരിക്കുന്ന പാർട്ടിയില്ലേ, ആ വീട്ടിൽ ചിലപ്പോൾ 3 പേരേ ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. ഈ രാവിലെ മുതൽ പെയ്തും പെരക്ക് നാട്ടുകാരെ കരുത്തേക്കയറി വീട്ടുകാരെ കരുത്തേക്കയറിയൊക്കെ നടന്ന് പാർട്ടിയില്ലേ, അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 പേരേ ഉണ്ടാകത്തുള്ളൂ. ഈ 4 പേരുടെ ശുശ്രൂഷ എടുത്തിട്ടാണ് ഇവർ ആനക്കാര്യം പറയണത്. ഇത് 9 പേരാണ് വീട്ടിലുള്ളത്. 9 പേരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ല, ഒരാളുണ്ടെങ്കിൽ തന്നെ പണിയായിരിക്കും. 9 പേരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ 4 മണി തൊട്ട് രാത്രി 11 മണി വരെ ജോലിക്കും പോകും. എന്നിട്ട് എന്താ ഇവർക്ക് എന്ത് പവർ കിട്ടണം? എവിടെ? ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അവിടുന്ന് എൻ്റെ മേലെ അവിടുത്തെ അഭിഷേക തൈലം ഒഴിച്ചു. ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപം എവിടെയുണ്ട്? കർത്താവ്, ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നോ? ഉടമ്പടി പുസ്തകം എഴുതാൻ എന്നോട് പറഞ്ഞു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി എത്രയോ കാലം എനിക്കൊണ്ട് ഞാനൊരു എൻ്റെ ജീവിതത്തിലെ ആയുസ്സിൽ ഒരു 10-40 ലക്ഷമെങ്കിലും ജപമാല ചൊല്ലിക്കാണും. എൻ്റെ ആയുസ്സിൽ എത്ര കാലമായി. ആദ്യം പഠിക്കണ കാലത്ത് മുഴുവൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ജപമാലയുടെ പ്രാഗ്രൂപമാണ്. ജപമാലയുടെ പ്രാഗ്രൂപം അറിയാമല്ലോ എന്താണത്? ജപമാലയുടെ പ്രാഗ്രൂപം എന്താണ്? നമ്മളൊക്കെ ചെല്ലണ സാധനമാണ്, അടിപൊളിയാണ്. ഞാനതുകൊണ്ട് 15 കൊല്ലം ജീവിച്ചതാണ്. എന്താണത്? കർത്താവിൻ്റെ മാലാഖ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തെ വചിച്ചു, പരിശുദ്ധാത്മാവനെ മറിയം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസിക്കണ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി എ സോഴ്സ് ഓഫ് പവർ. അന്ന് എനിക്കതേ അറിയാൻ പാടില്ലായിരുന്നു. വീട്ടിൽ പഠിക്കണ കാലത്ത് സെമിനാരി ചേർന്നതിന് മുമ്പ്. പക്ഷെ അത് ഇപ്പോൾ അതിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ജപമാലയാണ്. ജപമാല ചെല്ലാൻ പറ്റാവുന്ന ത്രിസന്ധ്യ എവിടെയെങ്കിലും ആ ത്രിസന്ധ്യ ജപം എന്നതിന് പറയണം. നമ്മൾ കർത്താവിൻ്റെ മാലാഖ ഇതൊക്കെ എവിടെ വെച്ച് വേണമെങ്കിൽ ചെല്ലാം. ആദ്യ രൂപമായിരുന്നു ആ സംഭവം. അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ അകത്തെല്ലാം വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളെ ഇങ്ങനെ നക്ഷലാക്കി വെച്ചിരിക്കുക. ഇത് എൻ്റെ മക്കൾ, ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് എക്സ്പെൽ ചെയ്യുന്നു, അല്ല എന്താണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. ഉടമ്പടിയുടെ എല്ലാ വിഷയവും ഉപ്പുണ്ട്, ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അല്ലേ?
അപ്പോൾ ഇതിനകത്ത് കുറേ അധികം വിശ്വാസം എന്താണ് പ്രയോഗിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസ കൈമാറ്റമാണ്. ഇതാണ് കത്തണത്, ഫയറിങ് ആണത്. എപ്പോഴാണ് ഫെയ്ത്ത് ആൻഡ് ഫയറിങ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഫെയ്ത്ത് ഫയർ ആകണം എപ്പോഴാണ്, വിശ്വാസം കത്തണം എപ്പോഴാണ്. ഓരോ വിഷയത്തിനും ഓരോ തരം ഫയറിങ്ങാണ് വേണ്ടത്. ഫെയ്ത്ത് കത്തണത് കൈമാറ്റത്തിലൂടെയാണ്. അത് വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും, അധരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. പ്രേയറൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലണതൊക്കെ ആ ടൈപ്പാണ്, പ്രഖ്യാപനമാണ്. പിന്നെ എന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വിശ്വാസം നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും ഇല്ലേ. രോഗികളെ കാണുന്നു, വസ്ത്രം കൊടുക്കുന്നു, പരിചരിക്കുന്നു, കർത്താവാണെന്ന് കരുതുന്നു, അവരെ സാന്ത്വനപ്പെടുത്തുന്നു, ഉള്ളത് പങ്കുവെക്കുന്നു, അങ്ങനെ നമുക്ക് കരുണ കാണിക്കുന്നു, വിശ്വാസം നമ്മൾ പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രയോഗം. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രയോഗം. ഇപ്പോൾ ബൈബിളിൽ എന്താ പറഞ്ഞത്, ഇതങ്ങളുടെ ഒരു കുരിശങ്ങളുടെ നെറ്റിക്കിട്ട് കഴിയുമ്പോൾ ഞാൻ എംപവർഡ് ആവും. എത്രയോ പേര് കുരിശിടുന്നത്, എന്താണ് അവർ എംപവർ ആകാത്തത്? അവരതൊരു ആചാരം പോലെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെയാണ് ചെയ്യണത്. മറിച്ച് വിശ്വാസത്തിൻ്റെ അനുഭവ പ്രയോഗമാണ് വേണ്ടത്. ആചാരവും അനുഷ്ഠാനവുമാണ് അതിൻ്റെ ബേസ്മെൻ്റ്, അത് കവർ മാത്രമാണ്. ആചാരവും അനുഷ്ഠാനവും എന്ന് പറയുന്നത് കവറിങ്ങാണ്. പക്ഷെ അതിനകത്തുള്ള കാമ്പുണ്ട്, കവറിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട്. അതെന്താണ്? അതതിൻ്റെ സത്യത്തെ പ്രയോഗിക്കാനുള്ള നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഉടമ്പടി വിശ്വാസ പ്രയോഗ വിധികളിൽ പ്രയോഗിച്ച് അനുഭവം വരുത്താൻ ആവശ്യമായ ആന്തരിക ബോധ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ സബ്ജക്റ്റ് നമ്മളുടെ, അതായത് ഇത് നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാര്യം ഉടമ്പടിയിലുള്ളിടത്തോളം പ്രയോഗങ്ങൾ ഇന്ന് സഭയിലെ ഒരു പ്രാർത്ഥനീയ രൂപങ്ങളിലും ഇല്ല. ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ, ഉടമ്പടി കാശുരൂപമുണ്ട്, അപ്പം അതുപോലെ ഉടമ്പടി തൈലമുണ്ട്. ഇതിന് എല്ലാത്തിൻ്റെയും പ്രയോഗമുണ്ട്, വിശ്വാസ പ്രയോഗ വിധികൾ. അതിന് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രയോഗിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? എന്ത് പ്രയോഗിക്കണം, ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ് പ്രയോഗിക്കാനുള്ളത്. തിരിയും ഒരു പ്രയോഗവിദ്യയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അധരം കൊണ്ടുള്ള അത് പ്രഖ്യാപനമാണ്. തിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പച്ചത്തിരി, നിലത്തിരി, അതെന്താണ്? പ്രയോഗമല്ല, അതെന്താണ്? പ്രഖ്യാപനമാണ്. നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു, അത് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുന്നു, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചെല്ലുന്നു, അതെല്ലാം പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രഖ്യാപിക്കുക. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് രോഗികളെ കാണുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ല, ഒരു നേഴ്സിങ്ങിന് വേണ്ടി PSC വിളിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുക. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂടി പോയാൽ എനിക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവം ആർക്കാണ് വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടട്ടെ. കർത്താവ് എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണ്. മനസ്സിലായില്ലേ? കർത്താവിനെ ദൈവസ്നേഹമുള്ള പൈതലാണ് വിചാരിക്കും. കർത്താവ് എന്നോട് 6:25 എടുത്തേ മത്തായി ശ്രീകാരുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ആ വചനം ഒന്ന് വായിച്ച മോളെ. മത്തായി 6:25.
മത്തായി 6:25. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കാം, എന്ത് പാനം ചെയ്യും, എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും, എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങളാണ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഈ ഉടമ്പടി എടുത്ത സഹോദരങ്ങളെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഉടമ്പടി ചെയ്ത ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. മനസ്സിലായോ? നിങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ നേരത്തെ പച്ചത്തിരി എടുത്തപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേപ്പോഴാണ് ഓർക്കണം. അങ്ങനെയല്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്. ശരിക്കും ഉടമ്പടി എന്തുമാത്രം, എൻ്റെ മക്കളെ, നിങ്ങൾ എന്തുമാത്രം ഉടമ്പടിയിൽ മച്ചുറാണ്, ഉടമ്പടിയിൽ എന്തുമാത്രം മച്ചുറാണെന്ന് അറിയണമെങ്കിൽ എന്തുമാത്രം ഓർമ്മ കൺസിസ്റ്റൻ്റായിട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. വെരി സിമ്പിൾ. ഇപ്പോൾ നമുക്ക് പനി വന്ന് ടെർമോമീറ്റർ നോക്കിയാൽ നമുക്ക് എന്ത് പനി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. അതുപോലെ ഉടമ്പടിയിൽ നിങ്ങളുടെ റേറ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തുമാത്രം ഓർമ്മ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എല്ലാ സമയത്തും നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉടമ്പടി, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കുന്നുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ 0 ഉടമ്പടിക്കാരാണ്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉടമ്പടി ചിലപ്പോൾ എഴുന്നേൽക്കണ താമസിച്ചു പോകും. എഴുന്നേൽക്കണ താമസിച്ചു പോകുന്ന കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുക്കാതിരിക്കും നല്ലത്. അവർക്ക് വേറെ വല്ല പണിക്കും പോകുന്നവർക്ക് നല്ലത്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു നൊവേനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവർ വന്ന് ചടിക്കൽ ഉടമ്പടിക്ക് എന്ത് ഉദ്ദേശത്തിന് എടുക്കണേ. അതായത് ഉടമ്പടി എടുത്താൽ 5:30 എഴുന്നേൽക്കണം. ക്ലിയർ അല്ലേ? നമ്മുടെ ജീവിതത്തിന് തുടങ്ങണമാണ്. നമ്മുടെ ജീവിതം മാറ്റി മറിക്കേണ്ട ഒരു സംഭവമാണ്. പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. ഒരു മര്യാദക്കൊന്നും രാത്രി ഒന്ന് നേരത്തെ കിടക്കാൻ നോക്കണം. അവിടെ ടി വിയും കണ്ട് വാട്സപ്പും കണ്ട് യൂട്യൂബും കണ്ടുണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയായിരിക്കും. അതിനൊക്കെ ഒരു ടൈമുണ്ട്. ശരീരത്തിലല്ലേ സംഭവം എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 10 മണിക്കെങ്കിലും കിടക്കാൻ നോക്കണം. എന്നിട്ട് മര്യാദയ്ക്ക് ഒരു 5:30 എഴുന്നേക്കാൻ നോക്കണം. എന്നിട്ടാണ് ആദ്യമേ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുകയാണ് നമ്മൾ. അത് ആദ്യമേ നമ്മൾ ഉടമ്പടി തൈലമാണ് നെറ്റിക്ക് പൂശണത്. ഇപ്പം ബിബില പൂശ അതല്ലേ, അവരത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ചൂടായിരിക്കണത്. കാര്യം 9 വീട്ടുകാരെ 9 അംഗങ്ങളെ പ്രായമുള്ളവരെ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ ഒരു ലേഡി സന്ധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ വേണം. പക്ഷെ അവരെന്താ പവർ എവിടെ നിന്നാണ് ഡ്രോ ചെയ്യണത്? അവർ ഉടമ്പടി തൈലത്തുനിന്ന്. എന്താ കാര്യം? അവിടുന്ന് എൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചു എന്നാണ് പറയണത്. അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഉടമ്പടി തൈലം എടുത്ത് പൂശിയെന്നല്ല പറയണത്. കർത്താവ് എൻ്റെ മേൽ, ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവനാണ്, അവിടുന്നാണ് എൻ്റെ നെറ്റിയിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി തൈലം തേച്ചിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം മാറണത്. കാര്യം എന്താണ്? ഓരോ പ്രഭാതത്തിലുമാണ് ദൈവം, ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഓരോ പ്രഭാതത്തിലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയ സ്നേഹത്താൽ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല.
അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അവിടുത്തെ കാരുണ്യം പുതിയതാണ്, അവിടുത്തെ കരുണ അസ്തമിക്കുന്നില്ല, അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല. അതായത് നമ്മൾ ഉടമ്പടി തൈലം രാവിലെ തേക്കുമ്പോൾ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകം സങ്കീർത്തനം 92:10-12 വായിച്ചിട്ട് പിന്നെ വിലാപങ്ങൾ കൂടി വായിക്കണം. വിലാപങ്ങൾ എത്രയാണ്? വിലാപങ്ങൾ 3:22-23 വായിക്കണം. എന്നിട്ടാണ് ഈ തൈലം എടുത്ത് നിങ്ങൾ നെറ്റിയിൽ പൂശേണ്ടത്. കാര്യം എന്ത് പൂശണമെന്ന് പോലെ പ്രധാനപ്പെട്ടതാണ്. പിന്നെന്താണ് ആര് പൂശുന്നു എന്നുള്ളത്. നിങ്ങളുടെ ആന്തരിക ബോധ്യം. ബിബിളിൻ്റെ ബോധ്യം എന്താണ്? അത് അവിടുന്നാണ് പുതിയ സ്നേഹത്താൽ പുതിയ കരുണയാൽ എന്നെ ഈ പുതിയ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓക്കെയായി. ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിക്കരുത്. എന്തുമാത്രം വെള്ളം വീട്ടിരിക്കണതാണ്. പല വീട്ടിൽ നിന്നും പല നൊവേന പള്ളിയിൽ നിന്നും വേളാങ്കണ്ണിയിൽ നിന്നും എല്ലാം കുറേ വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ. അങ്ങനെ ഒന്നും ഉടമ്പടി തൈലം ചെയ്യരുത്. ഉടമ്പടി തൈലം അങ്ങനെ വെച്ചിരിക്കണമല്ല. ഉടമ്പടി തൈലം പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബ്ലെസ്സിങ് ഉള്ളതാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസമാണ് അധരം വഴി പ്രഖ്യാപിച്ചിട്ട് കുർബാന ചൊല്ലി 9 പ്രാവശ്യം 12 പ്രാവശ്യം അത് വെഞ്ചിരിക്കുന്നത്. അതിനത്തെ കാര്യം തളർന്നിരിക്കുന്ന മനുഷ്യരെ എല്ലാം ബലപ്പെടുത്താൻ വേണ്ടി ആര് ഇതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ളവരാണോ അവർക്ക് ഈ പവർ അടിക്കും. അതുകൊണ്ടാണ് ബിബിളിനെ പറഞ്ഞത് എന്താണ്? ഹി ഹാസ് ഗിവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അവിടെ എനിക്ക് ഈ തൈലം പൂശുമ്പോഴേ അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം പൂശി എനിക്ക് കാട്ടുകഴുതയുടെ ശക്തി തന്നു എന്ന് പറയണത്. കാട്ടുപോത്തിൻ്റെ അപ്പോഴത് അത് ആന്തരിക ബോധ്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ നേർച്ച വസ്തുക്കളിലും അന്തർലീനമായിരിക്കുന്ന ദൈവശക്തിയുടെ ദൈവകരുണയുടെ അവബോധം എന്നിൽ സൃഷ്ടിക്കണമേ. ഉപയോഗിക്കുമ്പോഴേ അതിന്റെ വിവക്ഷയാൽ അനുഭവതലത്തിലെ ദൈവത്തെ രുചിക്കുവാൻ ശക്തി അനുഭവിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ഒരുമിച്ച് പാടുക. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സന്തോഷത്തോടെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ. രോഗങ്ങള്, വേദികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എന്റെ മക്കളെ, നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഇവിടെ തീർത്ഥാടകരെ പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, രോഗികള്, പീഡിതര്, സാമ്പത്തിക ബാധ്യതകളായ കർത്താവേ, മനസ്സ് കെട്ടുപോയവരെ, ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പാടില്ലാത്തവരെ, കർത്താവേ, പഠനം കുഴച്ചു പോയവരെ, കർത്താവെ, ജോലി ഇല്ലാത്തവരെ, കർത്താവെ, പ്രാർത്ഥനയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തവര്, വിശ്വസിക്കാൻ കഴിയാത്തവര്, മാരക രോഗികള്, തീരാവേദികള്, സർവാ രോഗികള്, കണ്ണിന് കാഴ്ച കുറവുള്ളവര്, മുടി കൊഴിഞ്ഞു പോകുന്നവര്, മനസ്സ് കർത്താവെ, മനസ്സിന് ഡിപ്രഷൻ ബാധിച്ചവര്, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ മക്കളും അഭിഷേകം പ്രാപിക്കട്ടെ, രക്തത്താൽ അഭിഷേകം പ്രാപിക്കട്ടെ, രക്തത്താൽ അഭിഷേകം പ്രാവർത്തിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ശരീര ശോഷണങ്ങള് യേശു നാമത്തില്, യേശു നാമത്തില്, യേശു നാമത്തില് മാറിപ്പോട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മദാദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മദാദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവ തിരുസന്നിധി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ വെന്റിലേറ്റർ ഐസിയുലായിരിക്കാം. പക്ഷേ വെൻ വി കം ടു ദി ഫ്രണ്ട് ഓഫ് ദി റിസൺ ലോർഡ്, വി മസ്റ്റ് ബി ഹാപ്പി.
കർത്താവിന് തിരുസന്നിധി വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുമ്പോൾ കർത്താവ് എന്ത് വിചാരിക്കും? നിങ്ങൾ കർത്താവിൻ്റെ ഉത്ഥാനത്തെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷമതകളെയും കടങ്ങളെയും ഇപ്പോഴും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം വിചാരിക്കും, അല്ലേ? അപ്പോൾ എപ്പോഴും ദൈവദർശനം വരുമ്പോൾ ഹാപ്പിയായിട്ട് വരണം. എന്താ കാരണം? അത് പാടാണ്, കുറേ നാൾ നമ്മൾ പരിശീലനം നേരേണ്ടി വരും. എങ്കിലും നമുക്ക് തുടങ്ങിയൊക്കെ വെക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്തൃസന്നിധിയിൽ വരുമ്പോൾ എല്ലാം മറന്ന് എല്ലാം ഏൽപ്പിച്ച് ഫ്രീ ആയി സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കാൻ ഉദ്ധാനത്തെ വാഴ്ത്തുവാൻ മഹത്വത്തെ പ്രതീക്ഷിക്കുവാൻ വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം. വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കണേ. ജീവിത പ്രതിസന്ധികളില് വിശ്വാസം പ്രഖ്യാപിച്ചു മുന്നേറുവാൻ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണം. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, പാടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കണ്ണീരുണ്ട്, വിഷമതകളുണ്ട്, പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീണ്ട സമയത്ത് സ്തുതിക്കുകയും അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം, അല്ലേ? ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് എന്താ? വാട്ട് ഈസ് ഹാപ്പനിങ്? കർത്താവിൻ്റെ ദിവസമാണിന്ന്, ഞായറാഴ്ച, അല്ലേ? കർത്തൃ തിരുസന്നിധിയിൽ വരാനും സമയങ്ങളെടുത്ത് അവിടുത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. കൈ ഇടിച്ച് കർത്താവ് ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം, താടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം, താടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഭയങ്കര രസകരമായൊരു സാക്ഷ്യം കേട്ട് നിങ്ങൾ കണ്ടു കാണാം. അതായത് കോതമംഗലത്തുകാരനാണ് റെജി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ആദ്യം ഈ സാക്ഷ്യം ഇയാളെ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാക്ഷ്യം ലെവലിലേക്ക് വന്നു. പുള്ളി ഒരു ടോൺ ഓഫ് വോയിസ്, സാധാരണ ഒരു ടോണിൽ നല്ല ലാംഗ്വേജിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീണ്ടു പോകണമെന്നല്ല, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞത് ഇടിവെട്ട് സാക്ഷ്യമാണ്. കാര്യം ആ സാക്ഷ്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. 10,000-50,000 കയറിപ്പോയി, അത് പെട്ടെന്ന് കയറിപ്പോയി. പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണ്, പുള്ളിക്കാരൻ പറയുമ്പോഴൊക്കെ മനസ്സിലാകും. അതായത് അദ്ദേഹവും ഈ റെജിയും ഒരു കൂട്ടുകാരനും കൂടി സഞ്ചരിക്കുമ്പോൾ, കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടാന വെകിളി കൊണ്ട് വരികയാണ്. പക്ഷെ അപ്പോൾ ഈ മനുഷ്യൻ പറയേണ്ട വാക്കുണ്ട്, ഈ ഉടമ്പടി കാശുരൂപ എടുത്തിട്ട് പറയുന്ന വാക്കുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്. എനിക്ക് പേടിയില്ല,
പക്ഷേ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരന് നിന്നെ പേടിയാണ് ഭയങ്കര. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ തിരിച്ചു പോകണം. കാട്ടാനാണ്, കാട്ടുവഴിയാണ്. എനിക്കത് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ, ഈ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പോഴ് എൻ്റെ മനസ്സിൽ പണ്ട് ഈശോ തന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്യണത്. ഇതുകൊണ്ട് ആക്ടീവ് പ്രയോഗിച്ച് ചെയ്യണത് അപ്പം ഞാനങ്ങനെ ചിന്തിച്ചത്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ പറയുമോ? അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ 2 വട്ടം ചിന്തിക്കും. അപ്പോൾ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം ആദ്യം റീസണായിട്ട് ചിന്തിക്കത്തുള്ളൂ. ഈ ഫിലോസഫിയൊക്കെ പഠിച്ചോളൂ, കുഴപ്പമതാ. വിശ്വാസമല്ല പഠിച്ചിരിക്കണത്, ഫിലോസഫിയല്ലേ. അതുകൊണ്ട് വിശ്വാസം പഠിച്ചാൽ പ്രശ്നമില്ല. ഫിലോസഫി പഠിക്കുമ്പോൾ എല്ലാം യുക്തിപുസ്തകമായിട്ട് സിങ്കാകുന്നുണ്ടെന്ന് നോക്കും. സിങ്കാകാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടി തൈലത്തിൽ എന്ത് തരുമ്പോൾ ഞാൻ എപ്പോഴും ഇത് യുക്തിസഹമായിട്ട് സിങ്കാകുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യകാലം നോക്കുമായിരുന്നു. കാര്യം എക്കാലം ഇപ്പോൾ എൻ്റെ ഈ കാലമല്ല പ്രശ്നം, ഞാൻ ഇല്ലാത്തൊരു കാലത്ത് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് നിർത്തുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതാണ് ഞാൻ യുക്തി എന്ന് പറഞ്ഞത്, അതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി അല്ലാത്തവരൊക്കെ ഈ കാലം ഒട്ടേ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ഇല്ലാത്തവർ 500 കൊല്ലം കഴിയുമ്പോൾ ഉടമ്പടി തൈലത്തിന് എന്ത് സംഭവിക്കും? 500 കൊല്ലം കഴിയുമ്പോൾ ഉപ്പിനെന്ത് സംഭവിക്കും? കാര്യം അതുകൊണ്ട് മാക്സിമം വലിയ സാക്ഷ്യങ്ങൾ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങളാണ് ദൈവം നൽകണത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലിരിക്കണ എന്താണ്? ഉടമ്പടി തൈലമാണോ, ഉപ്പാണോ, കശുരുവാണോ? അതല്ല, അതുപോലെ പ്രശ്നമാണ്, അതുപോലെ വിഷയമാണ് ആരാണത് പ്രയോഗിക്കണമെന്നുള്ളത്. നിഷ്കളങ്കമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഈ റെജ്ജി എന്ന് പറയുന്ന ആൾ. കാര്യം എന്താണ്? അയാളൊരു നോൺ ക്രിസ്ത്യനാണ്, അതാണ് സംഭവം. അയാൾക്ക് ഫസ്റ്റ് ടൈം അയാൾക്ക് ഫെയ്ത്ത് കിട്ടുകയാണ്. ഫെയ്ത്ത് വെച്ച് അയാൾ ആഘോഷിക്കേണ്ട ശരിക്കും, അതാണ് വിഷയം. അയാളൊരു നോൺ ക്രിസ്ത്യനാണ്. ഫസ്റ്റ് ടൈം ഹീസ് ഗെറ്റിംഗ് ദ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് കിട്ടിയിട്ട് അയാൾക്ക് നിക്കപ്പുറത്തില്ലാത്ത രീതിയിൽ അടയാളങ്ങൾ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ഹീസ് ബിലീവ് ഫേംലി. അതുകൊണ്ടാണ് ആ മനുഷ്യന് ഈ കാട്ടാനയുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഉയർത്താൻ പറ്റണത്. ആ ഫെയ്ത്ത് അത് വർക്കൗട്ട് ചെയ്ത ഉടനെ, അതായത് ഇത് നമ്മളെ അനിർവചനീയമായി ചിന്തിക്കാൻ പറ്റാത്ത ശക്തി ഇതിലുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഉപയോഗിക്കുന്നവർ ഇപ്പം തന്നെ ആലപ്പുഴ പോകാം, അളിയനെയും കാണാം, ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അയ്യോപാപികളില്ലേ, ഭയങ്കര പാടായിരിക്കും ഉടമ്പടി. അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഇന്നൊരുത്ത വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, പ്രദേശത്തിനോട് ചോദിച്ച് ഉടമ്പടി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. ഉടമ്പടി ഇവിടെ നിങ്ങൾക്ക് തോന്നണ്ട ഓൾ ഓൺ എ സഡൻ ഒരു ഉടമ്പടി ഇങ്ങനെ തന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, 4 വയസ്സ് മുതലുള്ള ബന്ധമാണ്. ഇതുവരെയൊക്കെ ഒരിക്കലും ഞാൻ പറയാറുണ്ട്, ഒരിക്കലും പൊട്ടിപ്പോയിട്ടില്ല ആ ബന്ധത്തിൽ. 9ാം ക്ലാസ് 10 മാത്രമേ ഇത്തിരി പ്രാർത്ഥന കുറഞ്ഞു പോയുള്ളൂ. അത് ഒരു ആണുങ്ങളതിനെ ഈ സാധാരണ പ്രാർത്ഥിക്കാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കിട്ടിയപ്പോഴാണ് ഇത്തിരി ബ്രേക്ക് വന്നത്. അതുവരെയൊക്കെ ഒരു ബ്രേക്കും ഇല്ല. എൻ്റെ മക്കളുടെ കാര്യം ചെയ്യണം. അതായത് നിങ്ങളിത് എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കണം എന്നൊക്കെ. പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗമില്ല ദൈവത്തെ കാണാനും കണ്ടുമുട്ടാനും. എനിക്ക് പ്രണയം തോന്നുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തോന്നും. ഈശ്വരനെക്കുറിച്ച് എപ്പോഴും ഓർക്കും, അമ്മയെക്കുറിച്ച് ഓർക്കും, അപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങും. അല്ല, എനിക്കൊരു ഇഷ്യൂ വേണ്ട പ്രാർത്ഥിക്കാൻ. നിങ്ങളും എന്നെപ്പോലെ ആകണം. ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണത്. അങ്ങനെയല്ല, കുറച്ചങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലെത്തും. എന്നിട്ട് അല്പം നമുക്ക് ലിഷർ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഓർത്താൽ പിന്നെ വചനം വായിച്ചിരുന്നുണ്ട്, വചനം വായിക്കും. വചനം എന്താണ് പറയണത്, ഈശോ എന്താ പറയണത്, ഇപ്പം എന്താ പറഞ്ഞത്, ഈശോ എന്താ ഉദ്ദേശിക്കണത്, പിന്നെ അത് പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനല്ല, ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവ് പ്രാർത്ഥിച്ചോളും. ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അല്ല, അമ്മയും അപ്പനുമൊക്കെ ഒരു സമയത്തെ നമ്മൾ വിളിക്കത്തുള്ളൂ. അവർ ചത്തുപോയാൽ പിന്നെ വിളിക്കുമോ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി? ഇല്ല. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കണമെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ആധ്യാത്മികത നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ആന്തരിക പ്രണയ
ബന്ധമുണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി എനിക്ക് ആന്തരികമായ ഹൃദയബന്ധമുണ്ടാകാൻ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണതല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കായിട്ട് ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ, അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട്, അതാണ് ഉടമ്പടിയുടെ റേറ്റിംഗ്, നിങ്ങളുടെ സ്റ്റാറ്റസ്. ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഓർമ്മ ദൈവസ്നേഹത്തിന് ആനുപാതികമാണ്. Take the word of God. സങ്കീർത്തനം 111:5 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. 111 സങ്കീർത്തനം 5-ാം തിരുവചനം. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് സംഭവം. സങ്കീർത്തനം 111:5 എന്താണ്? അവിടുന്ന് പറഞ്ഞേ, അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികൾ. ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത്, ചിലപ്പോൾ ബിസിനസ്സായിരിക്കും നൽകണത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലിയായിരിക്കും നൽകണത്. അപ്പോൾ അതാണ് ആഹാരം നൽകുന്നത് പറയണത്. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടുന്ന പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ട് തരണമല്ല. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കറക്റ്റ് ചെയ്യും. നിൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ ട്രാൻസ്ഫർ, എവിടെ എല്ലാ മേഖലയിലും അവിടെ നിന്ന് തൻ്റെ ഭക്തർക്ക്, അതാർക്കാണ് കൊടുക്കണത്? ഭക്തർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത്. ഭക്തർ എന്ന് പറയണത് നിങ്ങളുടെ എല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തിലായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും. രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്, ചെയ്യലും ചൊല്ലലും, അല്ലേ? ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ എല്ലാ ചെയ്യലുകളും ചൊല്ലലും ദൈവസ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം. ദൈവസ്നേഹമാണ് എൻ്റെ ഇന്ധനം എന്ന് പറയണത്. അപ്പോഴേ അങ്ങനെ ദൈവം എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല, അല്ലേ? ജെറമിയ 33 31 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജെറമിയ 31 നിത്യമായ സ്നേഹമാണ്. ജെറമിയ 31:3 എടുത്തേ. ജെറമിയ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞേ, കേട്ടില്ലേ? അതാണ് പ്രശ്നം. എന്താ പറഞ്ഞ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അപ്പൊ ഇതിനകത്ത് ഗ്യാപ്പില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഗ്യാപ്പില്ല. ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കണ കേസല്ല, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്ന് പോണതല്ല. മറിച്ച് എന്താണ്? അത് നിത്യമാണ്, അചഞ്ചലമാണ്, അനന്തമാണ്. അത് വിശ്വസ്തതയും അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കണത്. മനസ്സിലായില്ലേ? ഈ ജെറമിയ 31:3 അനുസരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം 111:5 വർക്കൗട്ട് ചെയ്യണത്. 111:5 എന്താ പറയണത്? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 111:5. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നിങ്ങൾ അവിടത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ അവിടത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവൂ. കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. അവസാനം കൈ താഴ്ന്നു പോകരുത്. എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്നവർ കൈപ്പൊക്കിക്കേ. 1 2 3 4 5 6 7 8. താങ്ക് യു. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സംഭവം. അതായത് ഇതിൻ്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണം അല്ലത്. അത് ഉഭയകക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം. അത് കാരണം ഐ ഹാവ് കാവ്ഡ് യു ഇൻ മൈ പാം എന്ന് അങ്ങനെ വചനമുണ്ടല്ലോ. ഐസയ 49:16. ഇതാ നിന്നെ ഞാൻ ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താ പ്രശ്നം? അവിടെ പറയുന്നുണ്ട് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. ദാറ്റ് ഈസ് ഉടമ്പടി ഓർമ്മയാണ്. ദൈവം നമ്മളുമായി ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളം കൈ ദൈവത്തെ കൊത്തിവെച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളം കൈയിലും ആത്മാവിലും ദൈവത്തെ കൊത്തിവെക്കണം. അതിനാണ് നമ്മൾ ദൈവസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത്. ഓരോ സമയം ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റരുത്. ഇതൊരു മിഷനാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഉടമ്പടി ഒരു ഓർമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ പോലെ അതിന് സമാന്തരമായിരിക്കണം നമ്മുടെ ഓർമ്മയും. നമ്മളിടക്കും തലക്കുമൊക്കെ അത് ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യണം. അതനുസരിച്ചാണ് ഉടമ്പടി ജീവനുള്ളതായി മാറുകയും. ഇപ്പോൾ തന്നെ ഈ ജിസ മേരി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ഈ ആഴ്ചത്തെ കിടിലൻ സാക്ഷ്യങ്ങളൊന്ന് ജിസ മേരിയുടെ ആണ്. ജിസ മേരി ഉടമ്പടി ചെയ്തപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അതിൻ്റെ അകത്ത് ജോലിയൊന്നും ഉടമ്പടി ചെയ്തില്ല. അവൾക്ക് ജോലിയില്ല, പക്ഷെ ഉടമ്പടി ചെയ്തില്ല. എന്താ കാര്യമാണ്? ജോലിയുടെ അവിടെ നേഴ്സാണ്, പക്ഷേ ജോലി വേണ്ടതാണ്, പക്ഷേ ഉടമ്പടിയിൽ എഴുതിയില്ല. അതെന്താ കാര്യം? അത് കിട്ടുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ്. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഗ്യാപ്പുണ്ട് ആളിന്. 10 വർഷത്തെ ഗ്യാപ്പുള്ളത് കാരണം ഉടമ്പടി അത് കിട്ടാത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചില്ല. ഒരു ഉടമ്പടി ഫയറാകണ രീതി നോക്കണേ. പക്ഷേ ജിസ മേരി ബേസിക്കായിട്ട് നല്ല ദൈവസ്നേഹത്തുള്ള പാർട്ടിയാണ്. മല്ലപ്പള്ളി ആ സാക്ഷ്യം നിങ്ങൾക്ക് നോക്കണമല്ലായിരിക്കും. നല്ല ദൈവസ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചുണ്ടായ ഒരു ആധ്യാത്മികതയല്ല. അവർ ബേസിക്കായിട്ട് ഇപ്പോൾ ഇന്നലെ പൂന്തോപ്പിൽ നിന്നൊരു മോള് പറഞ്ഞു, ഞാനിതിൻ്റെ നാട്ടുകാരത്തിയാണ്, ഇവിടുത്തെ അടുത്ത് തന്നെ താമസിക്കണം പൂന്തോപ്പിൽ. പക്ഷേ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. കാര്യം എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് ഒരു റിലക്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് പെട്ടെന്ന് എടുത്ത് ചാടത്തില്ല. അപ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരീക്ഷിച്ചിട്ട് നാട്ടുകാർ അകലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് അനുഗ്രഹം ചോന്നുകൊണ്ട് പോകുമ്പോഴും നാട്ടുകാർക്ക് തട്ടിപ്പറിക്ക് ജീവിക്കുക. അപ്പോൾ ഇവർക്കൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് അവിടേക്കൊരു ലിങ്ക് വരും. അത് നമുക്ക് ബേസിക് ഗോഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ഒരു സങ്കട സമയത്ത് നിങ്ങൾ ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞെന്ന് നിങ്ങൾ ധരിക്കരുത്. അവരല്ല പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാവോ? അത് അവർ നാത്തുവിൻ്റെ അനിയത്തിയാണല്ല പറഞ്ഞത്. അവൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. നമ്മൾ അവളെല്ലാം നോക്കണം. നമ്മളോട് ആരാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് അവരെ നോക്കും. അവരല്ല നോക്കേണ്ടത്. ദൈവസ്നേഹം നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങളെ അവളിലൂടെ വന്ന് ദൈവം വിളിക്കുകയാണ്. ഇപ്പം അതങ്ങനെ ആ പൂന്തപ്പുകാരത്തിൻ്റെ സാക്ഷ്യം പോകണം, ലേബലിൽ പോകണം. അങ്ങനെയാണ്.
അവർക്ക് ലിങ്ക് ഇട്ട ഉടനെ അവർക്ക് മനസ്സിലായി എല്ലാ കൂട്ടുകാരും പണ്ട് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞ ആൾക്കാർ പോലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൃപാസനത്തെ ലിങ്കായിട്ട് കൊടുക്കണത്. അപ്പോഴവർ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ മിനിമം ദൈവസ്നേഹത്തിലുള്ള ആൾക്കാർ എത്രയും വേഗം ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ്. എന്താ കാര്യം എന്നറിയാവോ? അവർ ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഉടമ്പടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനുഗ്രഹം നേടുന്ന ശേഷി കൂടും. ഇതൊരു വാല്യൂ ആഡഡ് പ്രോജക്റ്റാണ്. ഈ ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ആധ്യാത്മിക പദ്ധതിയാണിത്. മറ്റ് പ്രാർത്ഥനാ രൂപമല്ലല്ലോ, ഇത് പ്രോജക്റ്റല്ലേ. കാരണം നിബന്ധനകൾ ദൈവത്തിൻ്റെ ജോസഫച്ചന്മാരെ നിബന്ധന വെച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഉള്ള നിബന്ധനയെല്ലാം സുവിശേഷത്തിലുള്ള ദൈവവചനത്തിലുള്ള നിബന്ധനയല്ലേ ഉള്ളൂ. ദൈവവചനത്തിലുള്ള നിബന്ധനകളും നിങ്ങളുടെ നിയോഗങ്ങളുമാണ്. പക്ഷെ നിയോഗം വെച്ചിട്ടില്ല. ആ സെലീന നിയോഗം വെച്ചിട്ടില്ല. എന്നാ അവരുടെ പേര്? ജിസാമേർ നിയോഗം വെച്ചിട്ടില്ല. നിയോഗം വെച്ചിട്ടില്ല എന്നതിൻ്റെ കാര്യം എന്താ? ഗ്യാപ്പുള്ളത് കൊണ്ടാണ്. 10 കൊല്ലത്തെ ഗ്യാപ്പാണ്. കല്യാണവും കുഞ്ഞുങ്ങളെ പെറ്റതും വളർത്തിയതുമായിട്ടൊക്കെ 10 കൊല്ലം ഗ്യാപ്പായി. അപ്പോൾ അത് പ്രൊഫഷൻ ബേസിൽ അവർക്കിനി ജോലി കിട്ടത്തില്ല. ഒരു ഹോസ്പിറ്റലും എടുക്കത്തില്ല. ഇപ്പം നാട്ടിലെ ഹോസ്പിറ്റൽ വല്ലയിടത്തൊക്കെ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിക്കുന്നില്ലാതെ ഗ്യാപ്പ് വന്ന അപകടകരമായ സംഭവം. അതുകൊണ്ടാണ് നഴ്സുമാരൊക്കെ എത്രയും വേഗം വിട്ടുപോകാൻ നോക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷേ എന്താ പറ്റി? അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിലാണ് അവരത് ജീവിച്ചത്. അതുകൊണ്ട് അവർ ആ ജോലിക്ക് വെച്ചില്ലെങ്കിലും കർത്താവ് ഒരു ലിങ്കിട്ട് കൊടുത്ത്, അത് രസസാക്ഷി ഒരു ലിങ്കിട്ട് കൊടുത്തു. അബുദാബിയിൽ നിന്ന് ഒരു ലിങ്ക് വന്ന്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക്. അപ്പോൾ അവർക്ക് സങ്കടമായി. ഇത് ഞാനെന്ത് ചെയ്യാനാണ്? എനിക്ക് ഗ്യാപ്പല്ലേ. അബുദാബി ചെന്നിട്ട് ആരെടുക്കാനാണ്? പക്ഷേ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ലിങ്ക് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആ ലിങ്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരുടനെ വിളിച്ച് പറഞ്ഞു ഉടനെ കയറിപ്പോരാൻ 15 ദിവസത്തിൽ കയറിപ്പോകാൻ പറ്റും. 15 ദിവസത്തിൽ കയറിപ്പോരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഗ്യാപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല. പക്ഷേ ഇൻ്റർവ്യൂ എന്നപ്പോൾ പ്രശ്നമായി. ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വെൻറ്റിലേറ്ററെ സംസാരിക്കാൻ പറഞ്ഞ്. വെൻറ്റിലേറ്റർ കേടായാൽ എന്ത് ചെയ്യണം, വെൻറ്റിലേറ്റർ എപ്പോഴാണ് മാറ്റണം എന്ന് പറയുമ്പോൾ ഗ്യാപ്പല്ലേ, ഇവക്കറിയത്തില്ല. പുതിയ വെൻറ്റിലേറ്റർ സിസ്റ്റം അറിയത്തില്ല. പണ്ടത്തെ വെൻറ്റിലേറ്റർ ചില പറയാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തും. ആ വെൻറ്റിലേറ്ററിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങളും ഇവർ തട്ടിമുട്ടിയൊക്കെ ഉത്തരം പറഞ്ഞ്, ഗ്യാപ്പൊക്കെ മറത്തി വെച്ച് ഉത്തരം പറഞ്ഞ്. പക്ഷേ വെൻറ്റിലേറ്ററെ കുറിച്ച് ചോദിച്ചപ്പോൾ പണിയായിപ്പോയി. അപ്പോൾ മാഡം സത്യമായിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഗ്യാപ്പുണ്ട്, ഐ എം നോട്ട് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ ദിസ് ജോബ്. 10 കൊല്ലം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോഴുടനെ അവർ ചൂടായി, വാട്ട് നോൺസെൻസ്, പിന്നെ നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. പിന്നെ അവർ വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. അതിന് ഇവർക്ക് മറുപടി ഉണ്ട്. ഇവർ ഉടമ്പടി എടുത്തിട്ടാണ് അപേക്ഷ കൊടുത്തത്, അവരോട് പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. നമുക്ക് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അവർ മിണ്ടാതിരുന്ന് വേറെ 2 ചോദ്യം ചോദിച്ചാൽ ക്യാൻസൽ ചെയ്ത്, ഇറ്റ് ഈസ് വെരി പതറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ റൂളുണ്ടാ ആ ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കരുതെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കി. പുറത്താക്കിയെങ്കിൽ ഇവർ പുറത്ത് കാശൂരം വെച്ചുകൊണ്ടിരുന്നൊരു ജപമാല ചെല്ലുകയാണ്. ഇവിടെ അബുദാബി ചെന്നിരിക്കണമല്ലേ, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പുറത്ത് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വായിച്ച് 60 പേരെ ഇൻ്റർവ്യൂവിൽ 6 പേരെ ഷോർട്ട് ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ പേരുണ്ട്. ഷോർട്ട് ലിസ്റ്റ് 6 പേരില്ല, 60 പേരെടുത്തില്ല, 6 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇവരുടെ പേരെന്ത്? ഇവരൊന്നും മിണ്ടിയിട്ടില്ല. വെന്റിലേറ്റർ എന്താണ് ജപ അടിച്ച പാർട്ടിയാണ്, മിണ്ടിയിട്ടില്ല. ഒരു സ്റ്റോറി മൂവ് ചെയ്യണം. ദിവസം കണ്ട നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാം ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും എന്താണ് എവിടുന്ന് കിട്ടി മലയാളിക്ക് നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടിയുടേതാണ്. നിൻ്റെ മെറിറ്റില്ലാതെ വർക്ക് ചെയ്യണത്, അത് നിൻ്റെ മെറിറ്റല്ല, ബട്ട് ബൈ ഗ്രേസ്, അതിൻ്റെ കരുണയിലാണ്. കൈ ഇടിച്ച് കിടത്താറ് ചൊല്ലുക. ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് നിന്റെ കൃപ പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവർ അപ്പോയിൻ്റഡായി. അതാണ് എൻ്റെ വിഷയം. അപ്പം നിങ്ങൾ ഓർക്കണം, ഈ ആള് ഉടമ്പടി ജോലി വെച്ചിട്ടില്ല. പക്ഷെ കർത്താവ് അവൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ കാര്യം? ജീവിതത്തിലും സത്യസന്ധതയാണ്, ഉടമ്പടിയിലും സത്യസന്ധതയാണ്. മിനിമം ദൈവസ്നേഹമുള്ള ആളാണ്. എൻ്റെ മക്കളെ, ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തേക്കാൾ നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണമെന്ന് ഓർത്തേക്കണം. നിങ്ങളെ മിനിമം ദൈവസ്നേഹമുള്ളവരും ദൈവവിശ്വാസമുള്ളവരുമാണ്. ഉടമ്പടിയോടുകൂടി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങൾക്ക് അവകാശമായി മാറുകയും. അതുകൊണ്ട് എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വചനം ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ ചെയ്യുമ്പോൾ എന്താ സംഭവം? നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുന്നു. അധ്യാത്മികതയിലുള്ള ഒരു സംഭവമാണ് വാല്യൂ ആഡിങ്. ഞങ്ങളെപ്പോഴും നോക്കണം നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ പർച്ചേസ് പവർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു അനുഗ്രഹം ആർജിക്കൽ ശേഷി വർദ്ധിപ്പിക്കാൻ ബൈബിളിൻ്റെ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് ഉടമ്പടി എടുത്ത വ്യക്തിയും എടുക്കാത്ത വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടമ്പടി എടുത്ത വ്യക്തിക്ക് അവൻ പറയണ പോലെ ചെയ്യുകയില്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നു. നമ്മൾ സുവിശേഷം ആകുന്നു. സുവിശേഷം ആൾക്കാരെ കർത്താവിൻ്റെ എന്താണ് ഈശോ പറഞ്ഞത്? പുനരുദ്ധാനത്തിന് ശേഷം എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ലോകത്തോട് പറയണം. ആ പണിയാണ് നമ്മൾ ചെയ്യണത്. കൃപാസനം പത്രം വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മൾ ലോകത്തോട് പറയുകയാണ്. എന്താ കാര്യം? കൃപാസനത്തിൽ വേറെ ഒരു വാർത്തയുമില്ല. ഈ മാസം മുഴുവൻ ദൈവം ഏതെല്ലാം ഈ ലോകത്തുള്ള ആരെല്ലാം സഹായിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. 110 സാക്ഷ്യങ്ങളല്ലേ? 110 സാക്ഷ്യങ്ങളല്ല, ചിലപ്പോൾ 150 സാക്ഷ്യങ്ങൾ വരെ വരും. ഈ 150 സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോയി വേറൊരു മനുഷ്യന് കൊടുക്കണത്. എന്താ കൊടുക്കണം? നിങ്ങൾ എന്താണ് പറയാതെ പറയണത്? ക്രിസ്തു ദൈവമാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അതിന് ഞാൻ സാക്ഷികളാണ്. നാളെ നിങ്ങളും സാക്ഷികളാകും. നിങ്ങളെ ഈശോ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ്. രോഗസൗഖ്യത്തിനും അഭിഷേക ശാക്തീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. പുരുഷന്മാർ, സ്ത്രീകൾ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. ആദ്യം കൈകളെ വിടർത്തി പിടിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈകളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമേ. എൻ്റെയും എൻ്റെ പൂർവികരുടെയും പാപപ്പിഴകളെ അങ്ങ് പൂർണ്ണമായി ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. 2 കൈകളും പരസ്പരം ശിരസിൽ വെക്കുക. പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനാ പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, സാമ്പത്തിക തകർച്ച വന്നു പോയവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ ശക്തമായി, അതുപോലെ ഓരോ മക്കളും ആധ്യാത്മികമായി ശക്തീകരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെയും മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളുടെ ശിരസ്സിൽ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ കൈവച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവേ,
ഗർഭാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ് വിവാഹം ഒത്തുവരാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്ന, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സോറിയാസിൻ്റെ അസുഖങ്ങൾ, ശരീരത്തെ പാണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കാഴ്ചക്കുറവുള്ളവർ, അടിനോടിന് അസുഖമുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ, സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, കർത്താവെ മുഴയുള്ളവർ, അസ്ഥി ഉന്തി നിൽക്കുന്നവർ, ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവർ, കർത്താവെ പിൻകടത്തതിന് കർത്താവ് വേദന ഉള്ളവർ, കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, കൈ ശോഷിച്ചു പോയവർ, കർത്താവെ വാദരോഗികൾ എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. പലതരത്തിൽ ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങൾ, പരീക്ഷാ തടസ്സങ്ങൾ, പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവർ വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇപ്പോൾ കർത്താവ് പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ജപ്തി നടപടി വന്നു പോയവർ, കർത്താവ് ജീവിത മാർഗങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, സ്വന്തം ജോലി, വേല, കൂലി എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, ട്രാൻസ്ഫർ ആയിപ്പോയവർ, അതിനുവേണ്ടി വീണ്ടും കർത്താവ് പഴയ സ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവിൻ്റെ കരുണയാൽ നിറയട്ടെ. മാർഗരോഗങ്ങൾ, തീരവേദികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, ദാതാവരേണമേ, എന്നിൽ നിറയണമേ, ദാതാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഓട്ടിസം രോഗികളെ ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടിസം രോഗികളെ കർത്താവേ, അപസ്മാര രോഗികളെ കർത്താവേ, ഡിപ്രഷൻ വന്നുപോയ മക്കൾ ഈശോയെ, ഭ്രാന്തി രോഗമുള്ളവർ കർത്താവേ ഈശോ, അവിടെ എല്ലാം മേൽ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവര്, വിവാഹം പിരിയാൻ പോകുന്നവര്, കേസിലായിപ്പോയവര്, വിവാഹ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവര് കർത്താവേ ഈശോ, വാടക വീട്ടിലെ കർത്താവെ അകപ്പെട്ടു പോയവര്, പുതിയ വീട് കിട്ടാത്തവര്, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവര്, അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവര് കർത്താവെ, അവരുടെ മേലെല്ലാം കരുണ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ബാങ്കിൽ കടം വന്നു പോയവര്, ജപ്തിയാകാൻ പോകുന്നവര് കർത്താവെ ഈശോ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവെ, അന്ന് കാലുകൾ കൊണ്ട് വിഴച്ച് പലതരത്തിലുള്ള കർത്താവെ വീട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ കർത്താവെ, ആ ജീവിതം മുട്ടിപ്പോയവർ, രോഗങ്ങളുള്ളവർ, വീട്ടുമൃഗങ്ങൾക്ക് രോഗങ്ങളുള്ള, ഫാമിന് രോഗങ്ങളുള്ളവർ, പിഗ് ഫാം കർത്താവ്, കൗ ഫാം, അതുപോലെ പോൾട്രി ഫാം, എല്ലാ ഫാമുകൾ കർത്താവ്, കാർഷിക വിളകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കാർഷിക വിളകൾ നശിച്ചുപോയി, ഇഞ്ചി കൃഷികൾ, ഏലക്കൃഷികൾ, റബ്ബർ കൃഷികൾ മൂലം കർത്താവ് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർ അവിടെ കണ്ണുനീരെല്ലാം കർത്താവ് എടുക്കണമേ. മത്സ്യത്തൊഴിലാളികൾ, വീട് വിൽക്കാനുള്ള, സ്ഥലം വിൽക്കാനുള്ളവർ, വള്ളം വിൽക്കാനുള്ളവർ, വല വിൽക്കാനുള്ളവർ, വല വാങ്ങാനുള്ളവർ, മത്സ്യം കിട്ടാത്തവർ, എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കടങ്ങളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം